കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 1-ാം അധ്യായം 18-ാമത്തെ വചനം. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. പൗലോസിന്റെ പ്രസിദ്ധമായ ഒരു വേദഭാഗമാണ്. അവിടെ ഒരു കാര്യം പറയുകയാണ്, ക്രൂശിന്റെ വചനം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പദപ്രയോഗം ദൈവത്തിന്റെ ആത്മാവ് ഉപയോഗിച്ചത്? ക്രൂശിന്റെ വചനം അത് രക്ഷയുടെ വചനമാണ്. ഒരു വ്യക്തിയെ രക്ഷയിലേക്ക് നയിക്കാൻ ആ ക്രൂശിന്റെ വചനത്തിന് മാത്രമേ കഴിയുള്ളൂ. അത് പാപമോചനത്തിന്റെ വചനമാണ്. ഒരാൾക്ക് പാപമോചനം നൽകാൻ ക്രൂശിന്റെ വചനത്തിന് മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്നുള്ളത് പരമാർത്ഥമാണ്. അത് പ്രതീക്ഷയുടെ വചനമാണ്. നമുക്ക് പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ ക്രൂശിൽ മരിച്ചുയർത്തെഴുന്നേറ്റ കർത്താവിനെ ഓർക്കുന്നത് പ്രതീക്ഷ നൽകുകയാണ്. അത് ഉണർവിന്റെ വചനമാണ്. നമ്മുടെ സ്ഥിരാന്തരങ്ങളിലൂടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് നാം ഓർക്കുമ്പോൾ, അത് നന്ദിയോടെ ഓർക്കുമ്പോൾ, അത് വലിയ ഒരു ഉണർവ് നമ്മുടെ ജീവിതത്തിലേക്ക് പകരുന്നതാണ്. മാത്രവുമല്ല, അത് പ്രത്യാശയുടെ വചനമാണ്. ക്രൂശിന്റെ വചനം അത് നമ്മളെ നിത്യതയിലേക്ക് എത്തിക്കും. കേവലം ഈ ലോകത്തിലെ ജീവിതം കഴിഞ്ഞ് അനന്തവിഹായുസിൽ കർത്താവിനോട് ഒരുമിച്ചായിരിക്കുമെന്നുള്ള ആ വലിയ പ്രത്യാശയുടെ നിമിഷമാണ്. ആകയാൽ ഈ ക്രൂശിന്റെ വചനം നമുക്ക് വലിയൊരു ആശ്വാസമായി തീരട്ടെ.